അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ കേട്ട വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. മുഹമ്മദ് അസ്മാൻ എന്ന് പറയുന്ന പൊന്നുമോൻ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കബക്ക കള്ളന്തടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. തൻ്റെ സ്നേഹിതനെ കൂടെ ഒന്നിച്ചു പോകുമ്പോൾ നമ്മുടെ ചില അശ്രദ്ധ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബം തന്നെ കണ്ണീരിലാവുകയാണ്. എങ്ങനെ ആ കുടുംബത്തിനെ ആശ്വസിക്കാൻ പറ്റും? തുറക്കപ്പെട്ട കല്ലിൻ്റെ കോര അതിൽ ആണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നത്. നോക്കൂ, ഇത്തരത്തിലുള്ള മരണം സംഭവിച്ചതിൻ്റെ ശേഷമാണ് പലരും ഒന്ന് ഉണരുന്നത്. ആ സമയത്ത് തന്നെ അത് അടക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര അപകടങ്ങൾ പലതും നമ്മുടെ ഈ അടുത്തും മരണപ്പെട്ട ചില മരണങ്ങളൊക്കെ ചെറിയ ചെറിയ അശ്രദ്ധ കൊണ്ട് എത്രയോ കുടുംബങ്ങൾ കണ്ണീരിലായി മാറി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പൊന്നുമോൻ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഈ ഒരു പരീക്ഷണം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇതിൽ ക്ഷമിക്കാനുള്ള തൗഫീക്ക് ആ കുടുംബത്തിന് അള്ളാഹു നൽകട്ടെ. ഈ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ തീർച്ചയായും ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന മനോഹരമായ സ്വർഗീയ ഭവനം ആ മാതാപിതാക്കൾക്ക് നൽകുമെന്ന് മുത്തായ റസൂൽ പഠിപ്പിച്ചതാണ്. അള്ളാഹു ഇതിൽ ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുന്നത്. നാം എല്ലാവരും ദുആ ചെയ്യണം. ഇത്തരത്തിലുള്ള മരണ വാർത്തകൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ഇത് പിടിച്ചു നിൽക്കാനുള്ള ഈ ഒരു പരീക്ഷണം അവർക്ക് താങ്ങാനുള്ള ശക്തിക്ക് വേണ്ടി തീർച്ചയായും നാം ദുആ ചെയ്യുകയും നമുക്ക് വേണ്ട രീതിയിലുള്ള സഹകരണമൊക്കെ വേണം. കാരണം പൊന്നുമോൻ, സ്നേഹിതന്മാരെ കൂടെ പോയ പൊന്നുമോൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അവിടെ തന്നെ റബീഉൽ അവ്വലിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും സന്തോഷത്തിൽ പരിപാടിക്കൊക്കെ ഒരുമിച്ച് കൂടി സന്തോഷത്തിൽ നിൽക്കേണ്ട സമയം പെട്ടെന്നാണ് ഈ ഒരു വാർത്ത കേൾക്കലും ആ നാട് മൊത്തം കണ്ണീരിലാവുകയും. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ തന്നെ വല്ലാണ്ട് സങ്കടപ്പെട്ടു. കാരണം ആ ഒരു കുടുംബത്തിൻ്റെ പൊന്നുമക്കളെന്ന് പറയുമ്പോൾ എത്ര വലിയ പ്രതീക്ഷ വെച്ചിട്ടാണ് ആ മക്കളെ നാം പോറ്റി വളർത്തുന്നത്. പെട്ടെന്ന് ഇങ്ങനെയുള്ള അപകടത്തിൽ പെടുമ്പോൾ വലിയ സങ്കടമുണ്ട്. കാരണം നമ്മുടെ ചില അശ്രദ്ധയാണ് ഇതിനൊക്കെ കാരണം. അള്ളാഹുവിൻ്റെ വിധിയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില അശ്രദ്ധകൾ പല അപകടത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. നാം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിസ്സാരമായി കാണുകയും പിന്നെ അപകടത്തിൽ പെട്ടതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറയുകയും തീർച്ചയായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നോക്കൂ, ഇപ്പോൾ ഈ തുറക്കപ്പെട്ട ഈ കല്ലിയുടെ കോര നോക്കൂ, അതിൽ അപകട സാധ്യത കൂടുതലുള്ളതാണ്. അതൊക്കെ അതത് സമയത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കണം. എത്ര കുടുംബങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചില ഈ കാരണങ്ങളെ കൊണ്ട് കണ്ണീരിലാകുന്നത്. ഈ ഒരു മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ നാട്ടുകാർ, കുടുംബക്കാർ 1 2 ദിവസം 3 ദിവസം അവർക്ക് അങ്ങ് മറന്നുപോകും. പക്ഷെ ആ കുടുംബത്തിന് അങ്ങനല്ല. എന്നും എപ്പോഴും മരണം വരെ അത് മതി. അവർക്ക് എപ്പോഴും അത് തന്നെയായിരിക്കും. എത്രയോ കുടുംബങ്ങൾ എനിക്കറിയുന്ന കുടുംബങ്ങളുണ്ട്. അവരൊക്കെ എന്നും എപ്പോഴും മരിച്ച് 30 വർഷം 40 വർഷം കഴിഞ്ഞ ഉമ്മമാർ ഇന്നും ഓർക്കുന്നത് അവരെ പൊന്നുമക്കൾ അപകടത്തിൽപ്പെട്ടതിന് ഇങ്ങനെ ഓർത്ത് കരയുകയാണ്. നമ്മുടെ മദ്രസ സ്കൂളിലേക്ക് പോകുന്ന മക്കള് ആ വഴികളിലുള്ള ഇത്തരത്തിലുള്ള അപകട സാധ്യതകളൊക്കെ അതൊക്കെ ഇല്ലാതെയാക്കൽ നമ്മുടെ ഓരോരുത്തരുടെ ബാധ്യതയാണ്. ഒരിക്കലും കുട്ടികൾ പോകുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ, കുഴികൾ, തോടുകൾ, അങ്ങനെ കുട്ടികൾ വിട്ടുകിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എത്രയോ കുട്ടികൾ അതായത് വെള്ളത്തിലിങ്ങനെ ഒലിച്ചു പോയ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം കൃത്യമായൊരു പാലം ആ ഭാഗത്തുണ്ടാവില്ല. പാവം കുട്ടികൾക്കറിയില്ലല്ലോ, അവർക്ക് അപകടത്തെക്കുറിച്ചൊന്നും ബോധം ഉണ്ടാവില്ല. ചെറിയ മക്കളല്ലേ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് അസ്മാൻ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇത്തരത്തിലുള്ള അപകടങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ് ഈ മുങ്ങിമരിക്കലൊക്കെ. അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ആ കുടുംബത്തിന് റബ്ബേ നിൻ്റെ അംബിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹുള്ള ഹക്ക് ബർക്കത്ത് കൊണ്ട് തമ്പുരാനെ ഈ ഒരു പരീക്ഷണം അല്ലാഹ് ഇതിനെ താങ്ങാനുള്ള
ഈ പരീക്ഷണത്തിൽ ക്ഷമ കൈകൊള്ളാനുള്ള തൗഫീക്ക് നീ കൊടുക്കണേ റഹ്മാനെ. കാരണം നീ അല്ലാതെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സ്വപ്നമാണ് നമ്മുടെ പൊന്നുമക്കൾ. നാം മരിക്കുമ്പോൾ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാണ്ട് പൊന്നുമക്കൾ, നാം തന്നെ അവരെ കഫം പുടവയിൽ പൊതിഞ്ഞ് ദഫൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരാ, അത് നമുക്കുണ്ടാക്കുന്ന ആ സങ്കടം അത് ചെറുതൊന്നും അല്ല. യാ അല്ലാഹ്, അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.